ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോസ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സാമ്പിളിങ്ങിനെ പറ്റിയാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ മിനിയേച്ചർ റെപ്രസെൻറ്റേഷൻ ഓഫ് എ ലാർജർ ഗ്രൂപ്പ്. ഒരു വലിയ ഗ്രൂപ്പിൽ നമ്മൾക്ക് റിസർച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമ്മൾ അതിൽ നിന്ന് കുറച്ച് ആൾക്കാരെ മാത്രം സെലക്ട് ചെയ്യും. അവരെയാണ് നമ്മൾ സാമ്പിൾ എന്ന് വിളിക്കുന്നത്. ഈ സാമ്പിളിനെ നമുക്ക് രണ്ട് രീതിയിൽ സെലക്ട് ചെയ്യാം: പ്രോബബിലിറ്റി സാമ്പിളിംഗ് വഴിയും നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് വഴിയും. ഈ പറഞ്ഞ രണ്ട് ടൈപ്സിലും ഒരുപാട് മെത്തേഡ്സ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എക്സാമിൽ ചോദ്യങ്ങൾ വരാനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ്. നമ്മൾക്ക് പ്രോബബിലിറ്റി സാമ്പിളിംഗ് വഴി തുടങ്ങാം. ഈ ഒരു മെത്തേഡിൽ ഒരു പോപ്പുലേഷനിൽ നിന്നും റാൻഡം ആയിട്ടാണ് ആൾക്കാരെ സെലക്ട് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ക്രൈറ്റീരിയകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഓരോ ഇൻഡിവിജ്വൽസിനും സാമ്പിളിൻ്റെ ഭാഗമാവാനുള്ള ചാൻസ് ഈക്വൽ ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു മെത്തേഡിൽ ബയസ് കുറവാണ്. ജനറലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടും പറ്റും. നമുക്ക് 5 രീതിയിൽ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ചെയ്യാം. ഒന്ന് സിമ്പിൾ സാമ്പിളിംഗ്, രണ്ടാമത്തേത് സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ്, പിന്നെ സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ്, ക്ലസ്റ്റർ സാമ്പിളിംഗ് ആൻഡ് മൾട്ടി സ്റ്റേജ് സാമ്പിളിംഗ്. ഓരോന്നും എങ്ങനെയാണെന്ന് നോക്കിയാലോ. ആദ്യത്തേത് സിമ്പിൾ സാമ്പിളിംഗ് അല്ലെങ്കിൽ അൺറെസ്ട്രിക്റ്റഡ് റാൻഡം സാമ്പിളിംഗ്. ഇതൊരു ലോട്ടറി സിസ്റ്റം പോലെയാണ്. എക്സാമ്പിൾ, ഒരു പോപ്പുലേഷൻ്റെ എല്ലാ ആൾക്കാരുടെയും പേര് എഴുതിയിട്ട് നമ്മളൊരു ബോക്സിലിടും. അതിൽ നിന്നും കുറച്ച് ആൾക്കാരെ മാത്രം നമ്മൾ റാൻഡമായിട്ട് ലോട്ടായിട്ട് എടുക്കും. അവരെ സാമ്പിളായിട്ട് യൂസ് ചെയ്യും. അല്ലെങ്കിൽ ഒരു പോപ്പുലേഷൻ്റെ എല്ലാ ആൾക്കാർക്കും നമ്മൾ ഓരോ നമ്പർ വീതം കൊടുക്കും. അതിൽ നിന്നും ചില നമ്പേഴ്സ് മാത്രം നമ്മൾ റാൻഡമായിട്ട് പിക്ക് ചെയ്യും. ഇതൊക്കെയാണ് സിമ്പിൾ സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഒരു പോപ്പുലേഷനിലെ എല്ലാ ആൾക്കാർക്കും ഈക്വൽ ഓപ്പർച്യൂണിറ്റിയാണ് സാമ്പിൾ ആവാൻ വേണ്ടിയിട്ടുള്ളത്. ഇത് സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. മാത്രമല്ല ബയാസും കുറക്കും. പക്ഷെ ഇതിൻ്റെ ഡിമെറിറ്റ് എന്ന് പറയുന്നത് ലാർജ് പോപ്പുലേഷനിൽ ഇത് കുറച്ച് ഡിഫിക്കൽട്ടാണ്. ഒരു പോപ്പുലേഷൻ്റെ മൊത്തം ലിസ്റ്റ് എടുക്കുക, എന്നിട്ട് അതിനെ സാമ്പിൾ ചെയ്യുക എന്നൊക്കെ പറയുന്നത് വളരെ ടൈം കൺസ്യൂമിങ്ങുമാണ്, ചില സമയത്ത് കോസ്റ്റ്ലിയും കൂടെയാണ്. അടുത്തതാണ് സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ്. ഈ ഒരു സാമ്പിളിങ്ങിൽ പോപ്പുലേഷനെ കുറച്ച് സ്ട്രാറ്റുകളായിട്ട് തിരിക്കും. അതായത് കുറച്ച് ഗ്രൂപ്പ്സ് ആയിട്ട് തിരിക്കും. ഈ ഗ്രൂപ്പുകളൊക്കെ ഹോമോജിനസ് ആയിരിക്കണം. അതായത് അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് സിമിലർ ആയിരിക്കണം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ചില ക്രൈറ്റീരിയാസ് ഉണ്ടാവുമല്ലോ, ലൈക്ക് ഏജ്, ജിയോഗ്രഫിക്കൽ റീജിയൻ, കോഴ്സ് ഓഫ് സ്റ്റഡി, സെക്സ്. അതുപോലെ ചില ക്രൈറ്റീരിയകൾ സിമിലർ ആയ കുറച്ച് ഗ്രൂപ്പ്സിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. ഇതിനെയാണ് നമ്മൾ സ്ട്രാറ്റ എന്ന് വിളിക്കുന്നത്. ഈ സ്ട്രാറ്റകളിൽ നിന്നും നമ്മൾ റാൻഡമായിട്ട് ആൾക്കാരെ സെലക്ട് ചെയ്യുന്നു. ഇതാണ് സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഈ സാമ്പിൾ സെലക്ഷൻ പ്രൊപ്പോർഷനേറ്റ് ആവാം, ഡിസ്പ്രൊപ്പോർഷനേറ്റും ആവാം. അതായത് 5 ആൾക്കാരുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ട്, 10 ആൾക്കാരുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ട്. അപ്പം 5 ആൾക്കാരിൽ നിന്ന് നമ്മൾ ഒരാളെയാണ് സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ 10 ആൾക്കാരിൽ നിന്ന് നമ്മൾ 2 ആൾക്കാരെ സെലക്ട് ചെയ്യണം. ഇതിനെയാണ് നമ്മൾ പ്രൊപ്പോർഷനേറ്റ് സെലക്ഷൻ എന്ന് പറയുന്നത്. ആ ഗ്രൂപ്പിന് പ്രൊപ്പോർഷനായിട്ട് നമ്മൾ ആൾക്കാരെ സെലക്ട് ചെയ്യുന്നു. ഇനി നമുക്ക് ഡിസ്പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് സാമ്പിൾ സെലക്ട് ചെയ്യാം. അതായത് 5 ഗ്രൂപ്പിൽ നിന്നും 10 ഗ്രൂപ്പിൽ നിന്നും നമ്മൾ ഓരോ ആൾക്കാരെ മാത്രമേ സെലക്ട് ചെയ്യുന്നുള്ളൂ. ഈ സാമ്പിളിങ്ങിൽ എല്ലാ സബ് ഗ്രൂപ്പ്സിനെയും റെപ്രസെൻറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഡാറ്റാസ് കുറച്ചുകൂടെ അക്യുറേറ്റ് ആയിരിക്കും. ചില മൈനോറിറ്റി വിഭാഗമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ സിമ്പിൾ സാമ്പിളിംഗ് ചെയ്യുമ്പോൾ അവർ വിട്ടുപോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇതേപോലത്തെ സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് ആണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവർക്കും കൂടെ ഈക്വൽ ഓപ്പർച്യൂണിറ്റി കിട്ടുന്നുണ്ട്. സാമ്പിളിംഗ് എറർ നമുക്കിതിൽ ഒരുപാട് കുറക്കാം. പോപ്പുലേഷൻ്റെ ക്യാരക്ടറിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് അറിയണം. പിന്നെ ടൈം കൺസ്യൂമിംഗ് ആണ്. സ്ട്രാറ്റിഫിക്കേഷന് പ്രോപ്പറായിട്ടുള്ള ക്രൈറ്റീരിയ വേണം. എക്സ്പെൻസീവ് ആണ്. ഇതൊക്കെ ഇതിൻ്റെ ഡീമെറിറ്റ് ആണ്. അടുത്തത് സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് ആണ്. ഇതിൽ പോപ്പുലേഷനെ മൊത്തത്തിലൊന്ന് ഓർഡർ ആക്കിയിട്ട് നിർത്തും. ഏത് ഓർഡറിൽ വേണമെങ്കിലും നമുക്ക് നിർത്താം. ആൽഫബറ്റിക് ഓർഡറിലാവാം, സീനിയോറിറ്റിയിലാവാം, അങ്ങനെ എങ്ങനെ വേണമെങ്കിലും ആവാം. അതിനുശേഷം ഒരാളെ നമ്മൾ സെലക്ട് ചെയ്യുന്നു. റാൻഡമായിട്ട് ഒരാളെ സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്തതിന് ശേഷം പിന്നീട് ഓരോ റെഗുലർ ഇൻ്റർവെല്ലിലും അടുത്ത ആൾക്കാരെ സെലക്ട് ചെയ്യുന്നു. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊരു 100 ആൾക്കാരുള്ള സാമ്പിൾ എടുത്തു. റാൻഡമായിട്ട് അതിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്തു. 5ാമനാണെന്ന് വിചാരിക്കട്ടെ. ഈ 5ാമനെ സെലക്ട് ചെയ്തതിന് ശേഷം ഓരോ 10ാമതും അടുത്ത ആൾക്കാരെ സെലക്ട് ചെയ്യുന്നു. അതായത് ആദ്യം 5, പിന്നെ 15, പിന്നെ 25, പിന്നെ 35, അങ്ങനെ ഓരോ റെഗുലർ ഇൻ്റർവെല്ലിലും അടുത്തടുത്ത സാമ്പിൾസിനെ സെലക്ട് ചെയ്യും. ആദ്യത്തെ സാമ്പിൾ എന്തായാലും റാൻഡം സെലക്ഷൻ ആയിരിക്കും. അതിനുശേഷമാണ് റെഗുലർ ഇൻ്റർവെല്ലിൽ ഫോളോ ചെയ്യുക. ഇതൊരു ഈസി മെത്തേഡാണ്. സാമ്പിളിംഗ് ചെയ്യാൻ ടൈമൊന്നും എടുക്കുന്നില്ല. അതുപോലെ തന്നെ അഡ്വാൻസ് ആയിട്ട് എല്ലാവരുടെയും ലിസ്റ്റൊന്നും നമുക്ക് ആവശ്യമില്ല. വലിയ പോപ്പുലേഷൻസിലൊക്കെ ഈ ഒരു മെത്തേഡാണ് സ്യൂട്ടബിൾ. പീരിയോഡിസിറ്റി എന്ന് പറയുന്നത് ഈ ഒരു മെത്തേഡിൻ്റെ ഡീമെറിറ്റ് ആണ്. നമ്മൾ സെലക്ട് ചെയ്യുന്ന പോപ്പുലേഷനിൽ ഹിഡൻ ആയിട്ടുള്ളൊരു ട്രെൻഡ് ഉണ്ടെങ്കിൽ, അതായത് ഓരോ 4ാമത് നിൽക്കുന്ന ആൾക്കാരും ഡയബറ്റിക് ആണ്, അങ്ങനെയാണെങ്കിൽ ഇത് നമ്മുടെ ഡാറ്റേൻ്റെ അക്യുറസിയെ ബാധിക്കുന്നുണ്ട്. പിന്നെ പോപ്പുലേഷൻ ഓർഡർ ആക്കിയിട്ട് വെക്കുമ്പം അവിടെ ഒരു ബയാസ് ഉണ്ടാവാനുള്ള ചാൻസസും കൂടുതലാണ്. അടുത്തതാണ് ക്ലസ്റ്റർ സാമ്പിളിംഗ്.
ഈ മെത്തേഡിൽ നമ്മളൊരു പോപ്പുലേഷനെ ഒരുപാട് ക്ലസ്റ്റേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. അതായത് ഒരുപാട് ഗ്രൂപ്പ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. അതിൽ നിന്നും ചില ഗ്രൂപ്പ്സിനെ മാത്രം റാൻഡമായിട്ട് സെലക്ട് ചെയ്യും. എന്നിട്ട് ആ സെലക്ട് ചെയ്ത ഗ്രൂപ്പിൽ നിന്നും ഒന്നുകിൽ നമ്മൾ എല്ലാ മെമ്പേഴ്സിനെയും സാമ്പിളായിട്ട് സെലക്ട് ചെയ്യും. അതിനെയാണ് നമ്മൾ 1 സ്റ്റേജ് ക്ലസ്റ്റർ സാമ്പിളിംഗ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ റാൻഡമായിട്ട് സെലക്ട് ചെയ്ത ക്ലസ്റ്ററിൽ നിന്നും വീണ്ടും റാൻഡമായിട്ട് കുറച്ച് ആൾക്കാരെ മാത്രം സെലക്ട് ചെയ്യും സാമ്പിളായിട്ട്. അതിനെയാണ് നമ്മൾ 2 സ്റ്റേജ് ക്ലസ്റ്റർ സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരുപാട് ക്ലസ്റ്റേഴ്സ് ആയിട്ട് അതിൽ നിന്നും റാൻഡമായിട്ട് സെലക്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ജിയോഗ്രഫിക്കലി ഡിസ്പേഴ്സ്ഡ് ആയ ആൾക്കാരെ പോലും നമ്മൾക്ക് ഇത്തരത്തിൽ സാമ്പിൾ ചെയ്യാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് ഇത് ഇക്കണോമിക്കലാണ്, ഒട്ടും ടൈം കൺസ്യൂമിംഗ് അല്ല, പ്രാക്ടിക്കബിൾ ആണ്. ക്ലസ്റ്റർ സാമ്പിളിങ്ങിന്റെ കുറച്ചുകൂടെ കോംപ്ലക്സ് വേർഷനാണ് മൾട്ടി സ്റ്റേജ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ആദ്യം നമ്മളൊരു ലാർജർ ക്ലസ്റ്റർ രൂപപ്പെടുത്തുന്നു, അതിൽ നിന്ന് സ്മോളർ ക്ലസ്റ്റർ ഉണ്ടാക്കുന്നു, അതിനെ വീണ്ടും സ്മോളർ യൂണിറ്റ് ആക്കുന്നു, അതിൽ നിന്ന് ഓരോ ഇൻഡിവിജ്വലിനെ സെലക്ട് ചെയ്യുന്നു. അങ്ങനെ ഒരുപാട് സ്റ്റേജസ് ഉള്ള സാമ്പിളിംഗ് ആണ് ഈ മൾട്ടി സ്റ്റേജ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഓരോ സ്റ്റേജിലും റാൻഡം ആയിട്ടുള്ള ക്ലസ്റ്ററാണ് സെലക്ട് ചെയ്യുന്നത്. എക്സാമ്പിൾ, നമ്മൾ റാൻഡം ആയിട്ട് ഒരു 10 സ്റ്റേറ്റിനെ സെലക്ട് ചെയ്തു, അതിൽ നിന്നൊരു 5 ഡിസ്ട്രിക്റ്റിനെ സെലക്ട് ചെയ്തു, അതിൽ നിന്നും ഏതെങ്കിലും 5 വില്ലേജ് സെലക്ട് ചെയ്യുന്നു, അതിൽ റാൻഡം ആയിട്ട് ഒരു 10 ഫാമേഴ്സിനെ സെലക്ട് ചെയ്യുന്നു. ഇതൊരു കോംപ്ലക്സ് കൺസെപ്റ്റ് ആയതുകൊണ്ട് തന്നെ ഹയർ പോപ്പുലേഷൻ സൈസിൽ ഇത് ആപ്ലിക്കബിൾ ആണ്. അപ്പം നമ്മൾ പ്രോബബിലിറ്റി സാമ്പിളിങ്ങിൻ്റെ ടൈപ്സ് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒന്ന് സിമ്പിൾ ആയിട്ടുള്ള സാമ്പിളിങ്, പിന്നെ സ്ട്രാറ്റിഫൈഡ് സാമ്പിളിങ്, നെക്സ്റ്റ് സിസ്റ്റമാറ്റിക് സാമ്പിളിങ്, ദെൻ ക്ലസ്റ്റർ സാമ്പിളിങ്, പിന്നെ അതിൻ്റെയും കൂടി അഡ്വാൻസ്ഡ് ആയ മൾട്ടി സ്റ്റേജ് സാമ്പിളിങ്. അടുത്ത കാറ്റഗറി നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ആണ്. ഇതിൽ റാൻഡം ആയിട്ടല്ല സാമ്പിളിനെ സെലക്ട് ചെയ്യുക. റിസർച്ചറിന് ഓൾറെഡി ഒരു ക്രൈറ്റീരിയ ഉണ്ടാവും. ആ ക്രൈറ്റീരിയനെ ബേസ് ചെയ്തിട്ടുള്ള ആൾക്കാരെ മാത്രമേ സാമ്പിളായിട്ട് സെലക്ട് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു പോപ്പുലേഷൻ എല്ലാ ആൾക്കാർക്കും ഈക്വൽ ഓപ്പർച്യൂണിറ്റി അല്ല. അതുകൊണ്ട് ഇത് ജനറലൈസബിൾ അല്ല. ടെക്നിക്സിനനുസരിച്ചിട്ട് ഇതിനെ നമ്മൾ 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്: പെർപ്പസീവ് സാമ്പിൾ, ഇൻസിഡൻ്റൽ സാമ്പിൾ ആൻഡ് ക്വാട്ട സാമ്പിൾ. പെർപ്പസീവ് സാമ്പിൾ അല്ലെങ്കിൽ ജഡ്ജ്മെൻറ്റ് സാമ്പിൾ എന്ന് പറയുമ്പോൾ ഇതിൽ റാൻഡം ആയിട്ടല്ല ആൾക്കാരെ സെലക്ട് ചെയ്യുന്നത്. നേരെ മറിച്ചിട്ട് ഒരു പേർപ്പസിന് വേണ്ടിയിട്ട് സെലക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ മാത്രമാണ് സെലക്ട് ചെയ്യുന്നത്. അതായത് എക്സ്പേർട്സിന് ഐഡിയ ഉണ്ടാവും എങ്ങനത്തെ ആൾക്കാരിൽ നിന്നാണ് റെലവൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടുക എന്നുള്ളത്. അപ്പോൾ അങ്ങനത്തെ ആൾക്കാരെ മാത്രമാണ് സെലക്ട് ചെയ്യുക. എക്സാമ്പിൾ, നമ്മൾ നടത്താൻ പോകുന്ന സർവേ ക്യാൻസർ സർവൈവേഴ്സിനെ പറ്റിയിട്ടാണെങ്കിൽ അങ്ങനത്തെ ആൾക്കാരെ മാത്രമേ സെലക്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടോപ്പിക്കിൽ എക്സ്പേർട്ടിൻ്റെ അഡ്വൈസാണ് കിട്ടേണ്ടതെങ്കിൽ എക്സ്പേർട്ടുകളെ മാത്രമേ നമ്മൾ സെലക്ട് ചെയ്യുള്ളൂ. അപ്പോൾ ഇങ്ങനൊരു പേർപ്പസിന് വേണ്ടിയിട്ട് പ്രത്യേകതരം ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ആൾക്കാരെ മാത്രം സെലക്ട് ചെയ്യുന്നതാണ് പേർപ്പസീവ് സാമ്പിൾ എന്ന് പറയുന്നത്. ഒരു ക്വാളിറ്റേറ്റീവ് റിസർച്ചിന് ഈ ഒരു മെത്തേഡ് ബെസ്റ്റാണ്. അതുപോലെ തന്നെ ടൈം വേസ്റ്റ് ഇല്ല. ഒരു ഗ്രൂപ്പിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. പക്ഷേ ഒരു പോപ്പുലേഷൻ്റെ ഫുള്ളായിട്ടുള്ള ഡീറ്റെയിൽസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ജനറലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. അടുത്തത് ഇൻസിഡൻ്റൽ അല്ലെങ്കിൽ ആക്സിഡൻ്റൽ സാമ്പിളാണ്. പ്രത്യേകിച്ച് ഇന്ന കാറ്റഗറിയിലുള്ള ഒരാളെ തന്നെ സെലക്ട് ചെയ്യണമെന്ന് നിർബന്ധമില്ല. നമുക്ക് ആരെയാണോ റെഡിലി അവൈലബിൾ അവരെ നമ്മൾ സെലക്ട് ചെയ്യുന്നു. എക്സാമ്പിൾ, നമുക്ക് കോളേജ് സ്റ്റുഡൻസിനെ പറ്റിയിട്ടുള്ള ഒരു സർവേ വേണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, എവിടെയെങ്കിലും പോയിട്ട് സ്റ്റുഡൻസിനെ കണ്ടുപിടിക്കും, സർവേ നടത്തും. നമുക്ക് 100 ആണ് വേണ്ടതെങ്കിൽ അത്ര വരെയുള്ള ആൾക്കാരെ നമ്മൾ സെലക്ട് ചെയ്യും, സർവേ ചെയ്യും. ഈ സെലക്ഷന് പ്രത്യേകിച്ച് ക്രൈറ്റീരിയ ഒന്നുമില്ല. ആരെയാണോ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അവരെ നമ്മൾ സാമ്പിൾ ചെയ്യുന്നു. അതുകൊണ്ടാണ് ഇതിനെ ആക്സിഡൻ്റൽ സാമ്പിൾ അല്ലെങ്കിൽ ഇൻസിഡൻ്റൽ സാമ്പിൾ എന്ന് വിളിക്കുന്നത്. ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആൻഡ് ഈസിയസ്റ്റ് മെത്തേഡാണിത്. പക്ഷെ ബയസിനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അടുത്തതാണ് കോട്ട സാമ്പിളിംഗ്. ഇതിൽ നമ്മൾ പോപ്പുലേഷനെ കുറച്ച് കോട്ടാസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. അതായത് കുറച്ച് കാറ്റഗറീസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഓരോ ക്വാർട്ടകളിലും എത്ര നമ്പർ ഓഫ് ആൾക്കാരെ വേണമെന്ന് നമ്മൾ ഓൾറെഡി ഡിറ്റർമൈൻ ചെയ്തിട്ടുണ്ടാവും. ഇതിനനുസരിച്ചിട്ടുള്ള ആൾക്കാരെ നമ്മൾ നോൺ റാൻഡം ആയിട്ട് സെലക്ട് ചെയ്യും. എക്സാമ്പിൾ വെച്ചിട്ട് പറയുകയാണെങ്കിൽ നമ്മൾക്ക് 200 സ്മാർട്ട് ഫോൺ യൂസേഴ്സിൻ്റെ സർവേ ആണ് വേണ്ടത്. അപ്പം അതിന് വേണ്ടിയിട്ട് പോപ്പുലേഷനെ നമ്മൾ കോട്ടകളായിട്ട് തിരിക്കുന്നു. ആദ്യം സെക്സിനെ ബേസ് ചെയ്തിട്ട് 50% മെയിലും 50% ഫീമെയിലാക്കി മാറ്റും. പിന്നെ ഏജിനെ ബേസ് ചെയ്തിട്ട് 30% ചിൽഡ്രൻ, 30% അഡൾട്ട്, 40% ഓൾഡ് ഏജ്, അങ്ങനെ ഓരോ ക്വാർട്ടകൾക്കും നമ്മൾ നിശ്ചിത പെർസെൻറ്റേജ് ആൾക്കാരെ വേണമെന്ന് ഓൾറെഡി ഡിറ്റർമൈൻ ചെയ്തിട്ടുണ്ടാവും. അതിനനുസരിച്ചിട്ടുള്ള സാമ്പിളാണ് നമ്മൾ കളക്ട് ചെയ്യുക. ക്വാർട്ടേഴ്സ് ഫുള്ള് കംപ്ലീറ്റ് ആയാൽ നമ്മൾ ഈ സാമ്പിളിങ് നിർത്തും. മീഡിയാസിലും പൊളിറ്റിക്കൽ പോളിങ്ങിനൊക്കെയാണ് നമ്മൾ ഈ സാമ്പിൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ നോൺ പ്രോബബിലിറ്റി സാമ്പിളിങ്ങിനെ 3ആയിട്ട് തിരിച്ചു: പെർപ്പസീവ് സാമ്പിൾ, ഇൻസിഡൻ്റൽ സാമ്പിൾ, പിന്നെ ക്വാട്ട സാമ്പിൾ. അതിനു മുമ്പ് പ്രോബബിലിറ്റി സാമ്പിളിനെ 4ആയിട്ട് തിരിച്ചു: സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്, സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ്, സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് ആൻഡ് ക്ലസ്റ്റർ സാമ്പിളിംഗ്. അതിനൊരു എക്സ്റ്റൻഷൻ വേർഷൻ കൂടിയുണ്ട്, മൾട്ടി സ്റ്റേജ് സാമ്പിളിംഗ്. ഈ ഒരു ഭാഗത്തു നിന്ന് നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ഒന്നില്ലെങ്കിൽ പ്രോബബിലിറ്റി സാമ്പിളിങ്ങിൻ്റെ ടൈപ്സ് ചോദിക്കാം, അല്ലെങ്കിൽ നോൺ പ്രോബബിലിറ്റി സാമ്പിളിങ്ങിൻ്റെ ടൈപ്സ് ചോദിക്കാം, അല്ലെങ്കിൽ ഇതിൻ്റെ ടൈപ്സിൽ നിന്നുള്ള കമ്പാരിസൺ ചോദിക്കാം. ലൈക്ക് ഡിഫറൻസ് ബിറ്റ്വീൻ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് ആൻഡ് സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിളിംഗ്. അപ്പോൾ ഓരോ ഡിവിഷനും അതിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം.